കുട്ടികൾക്ക് അവധിക്കാലം ആരംഭിച്ചതോടെ മുണ്ടക്കയം 35 മൈൽ ബോയ്സ് ഗ്രൗണ്ട് കായിക പരിശീലനത്തിന്റെ വേദിയാവുകയാണ്. നിരവധി കുട്ടികൾക്കാണ് പരിശീലനത്തിനായി എത്തുന്നത്. ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇവിടെ കുട്ടികൾക്കായി അത്ലറ്റിക്സ് പരിശീലനം നൽകി വരുന്നുണ്ട്. പെരുവന്താനം പഞ്ചായത്ത് മുൻ ഭരണസമിതിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ ഇതിനാവശ്യമായ തുക പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയിരുന്നു. ഇപ്പോൾ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പെരുവന്താനം, മുണ്ടക്കയം, കോരത്തോട്, കൂട്ടിക്കൽ, കൊക്കയാർ പഞ്ചായത്തിലെ 4 മുതൽ 9 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകിയിരുന്നത്. നിർധനരായ കുട്ടികളെ കായിക മത്സര രംഗത്ത് എത്തിക്കുകയും ഒപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ കായിക ഇനത്തിൽ മുൻകൂട്ടി പരിശീലനം നൽകി പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം കൂടി പരിശീലന പരിപാടിക്ക് ഉണ്ട്. 50ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് പരിശീലനം നേടി വിവിധ ജോലികളിൽ പ്രവേശിച്ചിട്ടുള്ളത്. നിരവധി വിദ്യാർത്ഥികളാണ് ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ വിവിധ ഇനങ്ങളിൽ അത്ലറ്റിക്സിലും മറ്റുമായി പങ്കെടുത്ത സ്വർണ്ണ മെഡൽ ഉൾപ്പെടെയുള്ളവ കരസ്ഥമാക്കിയിരിക്കുന്നത്. പുതിയ ബാച്ചിലേക്കുള്ള പരിശീലനത്തിന് ഉടൻ തുടക്കമാകുമെന്ന് അത്ലറ്റിക് കോച്ച് സന്തോഷ് ജോർജ് ഫെസ്റ്റൂൺ ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ പേര് സന്തോഷ് ജോർജ്. ഞാൻ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി 35 മൈലിലെ അത്ലറ്റിക് കോച്ചാണ്. അവിടെ അത്ലറ്റിക്സിന് മാത്രമായിട്ട് ട്രെയിനിങ് 7-8 വർഷമായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അക്കാഡമിയിൽ ഇപ്പം എനിക്ക് ഇൻ്റർനാഷണൽ ലെവൽ മെഡൽ വരെയുള്ള കുട്ടികൾ വരെയുണ്ട്. നാഷണൽ ലെവലിൽ അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ വളരെയധികം കുട്ടികൾ മെഡൽ എടുത്തിട്ടുണ്ട്. ഈ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 7 വർഷത്തോളം കഴിഞ്ഞു. ഈ വെക്കേഷൻ സംബന്ധിച്ച് എല്ലാ വർഷങ്ങളിലും വെക്കേഷൻ സമ്മർ കോച്ചിങ് ക്യാമ്പ് ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 3-ാം തീയതി തൊട്ട് 2 മാസത്തേന് വെക്കേഷൻ സമ്മർ കോച്ചിങ് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പഞ്ചായത്തുകളിലുള്ള നമ്മുടെ മുണ്ടക്കയം പഞ്ചായത്ത്, കോരത്തോട് പഞ്ചായത്ത്, കൊക്കയാർ പഞ്ചായത്ത്, പെരുവന്താനം പഞ്ചായത്ത്, കൂട്ടിക്കൽ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള 5 പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾ, നിർദ്ധരായിട്ടുള്ള കുട്ടികൾക്കും അവർക്ക് സ്പോർട്സിലേക്ക് നല്ലൊരു ഉന്നമനം ഇവിടുന്ന് നമ്മുടെ ഈ അക്കാഡമിയിൽ കൂടെ അവരെ നല്ലൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പം അതിൽ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ 3-ാം ക്ലാസ് തൊട്ട് 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ഇതിനകത്ത് താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പം താല്പര്യമുള്ള പേരൻസ് ഈ കുട്ടികളെ ഈ വെക്കേഷൻ സമയത്ത് അങ്ങോട്ട് വിടുകയാണെങ്കിൽ നമുക്ക് അത്ലറ്റിക്സ് കോച്ചിങ് ഓട്ടം, ചാട്ടം അങ്ങനെയുള്ള ഇവൻറ്റുകളാണ്. അതിനകത്ത് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു നല്ല വശങ്ങളൂടി ഞാൻ അതിന് പറയുകയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടും 10, 22, 25 വയസ്സായിട്ട് കുട്ടികൾ പല ആൾക്കാരും ജോലിയില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ കുട്ടികൾ മാക്സിമം വിദേശങ്ങളിലേക്ക് ഈ ജോലിയുടെ നമ്മുടെ ബുദ്ധിമുട്ട് കാരണം വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാവരും പഠിത്തത്തിൻ്റെ പുറകെ മാത്രം പോയതുകൊണ്ട് ഫിസിക്കലി ഇപ്പം PSC വരെ മുഖാന്തരം ഒരു എക്സാമിന് നമ്മൾ പോവുകയാണെങ്കിൽ PSCയിൽ ഉള്ളി തിയറി മാത്രമല്ല, നമുക്കതിൻ്റെ കൂടെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാത്തവരാണ് ഇന്ന് മാക്സിമം കൂടുതലുള്ളത്. അപ്പം അതിനുള്ള ഫിസിക്കൽ ട്രെയിനിങ്, അതുപോലെ അഗ്നിവീർ, അഗ്നിപത്ത് എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അക്കാഡമിയിൽ നിന്ന് തന്നെ ഈ 2-3 വർഷങ്ങളായിട്ട് ഒരു മിനിമം ഒരു 50 കുട്ടികളെങ്കിലും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതും സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ്. അപ്പം അതിനോട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന് എത്തിക്കുക എന്നൊന്നും ഞാൻ എല്ലാവരും പറയുന്നവർ പറയുന്നില്ല. പക്ഷേ കുട്ടികളെ നല്ല സ്റ്റേറ്റ് ലെവലിൽ എത്തിച്ച് അവർക്ക് ജോലി അവരുടെ ഒരു ജോലി സമ്പാദിച്ചെടുക്കാൻ വേണ്ടി അവരെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു മെഡൽ എടുപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം താല്പര്യമുള്ള പേരൻസ് കടന്നു വരിക. ഈ 3-ാം തീയതി തൊട്ട് കോച്ചിങ് സ്റ്റാർട്ടാകുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം വെക്കേഷൻ സമ്മർ കോച്ചിങ് ക്യാമ്പാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിലും റെഗുലറായിട്ടുള്ള ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് പിന്നീട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ അങ്ങോട്ട് വിടാവുന്നതാണ്. കൂടാതെ സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കായി അവധിക്കാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും ഉടൻ ആരംഭിക്കുന്നുണ്ട്.